നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വിശദമായ വാർത്തകളിലേക്കാണ്. UAE പൊതുമാപ്പ് പദ്ധതിക്ക് തുടക്കമായി. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിന്നീട് യാത്രാ നിരോധനം ഏർപ്പെടുത്തില്ല. ദുബായ് അൽ അവീറിൽ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിസ നിയമലംഘകർക്കായി UAE പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതുമാപ്പ് പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്നു മുതൽ 2 മാസക്കാലമാണ് പൊതുമാപ്പ് പദ്ധതി നിലവിലുണ്ടാവുക. 2007 ശേഷം UAE പ്രഖ്യാപിക്കുന്ന 4ാമത്തെ പൊതുമാപ്പാണിത്. ഏറ്റവും ഒടുവിൽ 2018 UAE പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പൊതുമാപ്പ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി താമസ കുടിയേറ്റ വകുപ്പ് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ടെൻറ്റിലാണ്. വലിയ സജ്ജീകരണങ്ങളാണ് ഇവിടെ പൊതുമാപ്പ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ആളുകളുടെ തിരക്കായിരുന്നു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും അമർ സെന്ററുകളിലും ദുബായ് അൽ അവീറിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമാണ് നടപടിക്രമങ്ങൾക്കായി ആളുകൾ അപേക്ഷ നൽകാനെത്തിയത്. എല്ലാത്തരം വിസ നിയമലംഘനങ്ങൾക്കും പിഴയില്ലാതെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താം എന്നതിനാൽ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞ് UAEയോട് നന്ദി പറഞ്ഞാണ് ഓരോരുത്തരും ഇവിടെ നിന്നും മടങ്ങുന്നത്. पासपोर्ट बयान रखा कंपनी, उस कंपनी इंडियन बेस में क्या केस लेगा, वो बंदा नहीं आ पाया. लेकिन उसके बंदा का बस हिंदी मालूम नहीं, कुछ ही मालूम नहीं है. अभी ये गवर्नमेंट, दुबई गवर्नमेंट ने आपको मिलवा दिया फ्री के लिए जाने के लिए. पूरा जो केस है वो जो है बस भी आपको मिल गया. उसके बंदा का भी जाना है. आज का मैं टिकट बनवाएंगे. पहला ही टिकट कैंसिल हो गया. एयरपोर्ट में जाके बयान, पासपोर्ट का बयान मालूम नहीं था. अभी मौका मिला, उसको जा रहे हैं और तो एकदम खुशी है. दुबई के गवर्नमेंट के लिए एक तो नमस्कार ही है. अच्छी तरह रहना सबको. हाँ, एकदम आप ये बात दूसरी बंदा को भी ऐसा मौका मिलना है. तो सबको परिवार छोड़ के यहाँ तक आया, बस उनका भी मौका मिलना है. ഒരു ഭാഗത്ത് ഈ പൊതുമാപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തി എത്തുന്ന ആളുകൾക്ക് ജോലി നൽകാനായി വിവിധ കമ്പനികളും തയ്യാറായിരിപ്പുണ്ട്. മലയാളികളുടെ ഉൾപ്പെടെയുള്ള കമ്പനികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അവർക്ക് രേഖകൾ ശരിയാക്കിയവർക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള ജോലി നൽകുമെന്നാണ് ഈ കമ്പനികൾ പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? എത്തരത്തിലുള്ള ആളുകൾക്കാണ് നിങ്ങൾ ജോലി കൊടുക്കുന്നത്? 6 വർഷങ്ങൾക്കിപ്പുറം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പൊതുമാപ്പിൽ ദുബായ് GDRFയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഹോട്ട് പാക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. പല കാരണങ്ങൾ കൊണ്ട് ഇല്ലീഗൽ സ്റ്റേ ആയിട്ട് ഇവിടെ നിന്നിട്ടുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഫൈനായിട്ടും ഓവർ സ്റ്റേ ആയിട്ടുമുള്ള ആളുകളെ അതിൽ ഹോട്ട് പാക്കിൻ്റെ ഫാക്ടറികളിൽ സ്കിൽഡ് ആയിട്ടുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള 200ഓളം തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതിലേക്ക് പല രീതിയിലുള്ള മെക്കാനിക്കൽ, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ ഇലക്ട്രീഷ്യൻസ്, ഹെൽപ്പേഴ്സ്, പാക്കിംഗ് ഹെൽപ്പേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുള്ളത്. വിവിധ ഭാഷകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകൾ ഉൾപ്പെടെ പദ്ധതി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കായി വലിയ സജ്ജീകരണങ്ങളും UAE ഒരുക്കിയിരുന്നു. ഇന്ത്യക്കാരുടെ സഹായത്തിനായി ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഒപ്പം രാജ്യത്തെ വിവിധ സംഘടനകളും സർക്കാർ സേവന ദാതാക്കളായ സ്ഥാപനങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി രാജ്യം വിടുന്നവർക്ക് നൽകുന്ന എക്സിറ്റ് പാസിന് 14 ദിവസത്തെ കാലാവധിയാണ് ഉണ്ടാവുക. പലവിധ കാരണങ്ങളാൽ നിയമവിരുദ്ധമായി ഇവിടെ തുടരേണ്ടി വന്നവർക്ക് എല്ലാം ശരിയാക്കി പുതുജീവിതം നയിക്കാനുള്ള അവസരമാണ് അധികൃതർ നൽകുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. പൊതുമാപ്പ് കൂടുതൽ ആളുകൾ പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ദുബായിൽ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ. നാട്ടിലേക്ക് പോകുന്നവർക്ക് ആവശ്യമെങ്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്നും വിമാന കമ്പനികളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും കോൺസൽ ജനറൽ അറിയിച്ചു. പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങിയവർക്ക് തിരികെ മറ്റൊരു വിസയിൽ UAEയിലേക്ക് വരുന്നതിന് തടസ്സമില്ല എന്ന് അധികൃതർ അറിയിച്ച പശ്ചാത്തലത്തിൽ ഇത്തവണ കൂടുതൽ ആളുകൾ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുമെന്ന് ഇന്ത്യൻ കോൺസുൽ ജനറൽ അറിയിച്ചു. നവീകരണത്തിന്റെ ഭാഗമായി പാസ്പോർട്ട് സേവാ പോർട്ടൽ സേവനം ഏതാനും ദിവസം തടസ്സപ്പെട്ടതിനാൽ നാളെ മുതലാണ് ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ പൂർണ്ണതോതിൽ ലഭ്യമാവുക. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റും വിസ ക്രമപ്പെടുത്തേണ്ടവർക്ക് താൽക്കാലിക പാസ്പോർട്ടും അധികൃതർ നൽകും. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമെങ്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്നും വിമാന കമ്പനികളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞു. We are requesting the airlines to have some schemes where they can give highly discounted tickets or free tickets for Indian nationals. Consulate also has a scheme, Government of India scheme under the ICWF, to support people on a case-to-case basis provided they satisfy the guidelines.
കോൺസുലേറ്റിൽ നിന്നും എമർജൻസി സർട്ടിഫിക്കറ്റ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിസ ക്രമപ്പെടുത്തേണ്ടവർ BLS കേന്ദ്രങ്ങളെ സമീപിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 24 ദുബായ്. റഷ്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ അനുവാദം തേടി യുക്രൈൻ സംഘം വാഷിംഗ്ടണിൽ. റഷ്യക്കുള്ളിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നാണ് യുക്രൈന്റെ ആവശ്യം. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ വിശദാംശങ്ങളുമായി ചേർന്നു. മധു കൊട്ടാരക്കര, ഇത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയേ ചെയ്യുക. ഇപ്പോൾ തന്നെ ഡെലിഗേറ്റുമായി ചർച്ചയിൽ കൂടുതൽ ആയുധങ്ങളടക്കം നൽകാൻ US ധാരണയായിട്ടുണ്ട്. എന്തായിരിക്കും ഇതിന്റെ വരും ദിവസങ്ങളിലെ ഇതിന്റെ ഒരു നിരീക്ഷണം എങ്ങനെയായിരിക്കും? അതോടൊപ്പം ഇന്ന് തന്നെ റഷ്യ അറിയിച്ചിരുന്നു 100-ലേറെ യുക്രൈൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടിരിക്കുന്നുവെന്ന്. കൂടുതൽ പ്രകോപനത്തിലേക്ക്, കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാനല്ലേ ഇത് വഴിവെക്കുകയുള്ളൂ? സൊഹൈൽ പറഞ്ഞതുപോലെ റഷ്യയെ കൂടുതൽ പ്രകോപിതരാക്കും. ഈ ഓഗസ്റ്റ് ആദ്യവാരമായിരുന്നു റഷ്യയെ മാത്രമല്ല അമേരിക്കയും സഖ്യകക്ഷികളെയും നേറ്റോ രാജ്യങ്ങളെയൊക്കെ അമ്പരപ്പിച്ചുകൊണ്ട് റഷ്യക്കുള്ളിൽ യുക്രൈൻ സൈന്യം നുഴഞ്ഞു കയറിയത്. അവരൊരു 3 പാലങ്ങളും അതുപോലെ തന്നെ റഷ്യയുടെ വിതരണ ശൃംഖലയൊക്കെ തകർത്തതോടുകൂടി ആ മേഖലയിൽ റഷ്യ തീർത്തും പ്രതിരോധത്തിലായിരുന്നു. എന്നാൽ ഇവിടം കൊണ്ടൊന്നും നിർത്തുവാൻ യുക്രൈൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നത്. റഷ്യക്കുള്ളിൽ കൂടുതൽ ആക്രമണം നടത്തുവാൻ അനുവാദം ലഭിക്കണം. വലിയ സമ്മർദ്ദമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി US പ്രസിഡന്റ് ജോ ബൈഡന്റെ മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളാണ് സെലൻസ്കി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അമേരിക്കയുടെ മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുവാനായി ഒരു സംഘത്തെയാണ് വാഷിംഗ്ടണിലേക്ക് സെലൻസ്കി അയച്ചിരിക്കുന്നത്. ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് അവരുടെ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമറോവ് ആണ്. ഇന്നലെയും ഇന്നുമായി നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആക്രമണം നടത്തുവാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ കിഴക്കുവിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരം ആക്രമണങ്ങളൊക്കെ തടയണമെങ്കിൽ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ അവരുടെ വിതരണ ശൃംഖലകളും ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ളത് തകർക്കണമെന്നാണ് സെലൻസ്കിയുടെ വാദം. ഇതിനുള്ള അനുമതിക്കായി എല്ലാ ദിവസവും അമേരിക്കയും സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുന്നുണ്ടെന്ന് ഇന്നലെ യുക്രൈൻ പൊതുജനത്തോട് ടെലിവിഷനിലൂടെ നടത്തിയ സംഭാഷണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ഉണ്ടായി. യുക്രൈന്റെ ആകാശത്ത് നിന്ന് റഷ്യൻ നിയന്ത്രിത ബോംബുകൾ ഇല്ലാതായാൽ മാത്രമേ ചർച്ചകൾക്കായി റഷ്യ തയ്യാറാകൂ എന്നാണ് സെലൻസ്കി പറയുന്നത്. സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇതല്ലാതെ തന്റെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ലെന്നാണ് സെലൻസ്കി ഇതിനെ ന്യായീകരിക്കുന്നത്. ദീർഘദൂര മിസൈലുകൾ അതുപോലെ ബോംബുകൾ ഉപയോഗിക്കാനുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് സെലൻസ്കി പ്രധാനമായും അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ ഇത്തരം ഒരു ആവശ്യം യുദ്ധത്തിന്റെ രൂപവും ഭാവവും മാറും, അതുപോലെ അമേരിക്കയുടെ ആയുധ നയവും ഒക്കെ മാറുമെന്ന് നന്നായിട്ട് അമേരിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ പ്രതികരണം വളരെ കരുതലോടുകൂടിയായിരിക്കും. സൊഹൈൽ, ശരി, യുക്രൈൻ ആകാശത്തെ റഷ്യൻ ഭീഷണി പൂർണ്ണമായി അകറ്റി നിർത്തുക, ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഒരേ ഒരു പോംവഴിയെന്ന് സെലൻസ്കി പറഞ്ഞതിന് പിന്നാലെയാണ് കൂടുതൽ സമ്മർദ്ദമായി സെലൻസ്കി അമേരിക്കയുമായി ബന്ധപ്പെടുന്നത്. സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ എനർജി 2 പുതിയ മെഗാ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2000 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റുകളിലൊന്ന് ദുക്കാൻ പ്രവിശ്യയിലാണ് നിർമ്മിക്കുക. ഉൽപാദന ശേഷി 4000 മെഗാവാട്ടായി ഉയർത്തുന്നതാണ് പുതിയ പദ്ധതി. ദോഹയിലെ ഖത്തർ എനർജി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഊർജ്ജകാര്യ സഹമന്ത്രിയും ഖത്തർ എനർജി പ്രസിഡന്റും സിഇഒയുമായ സാദിഷ് ഷെരീദ് അൽ ഖാബിയാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. സുസ്ഥിര പദ്ധതികൾ വികസിപ്പിക്കുകയും വൈദ്യുതി ഉൽപ്പാദനം വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുന്നതിനൊപ്പം അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി കുറക്കാനും ലക്ഷ്യമാക്കിയുള്ള സുപ്രധാന പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2022 തുടക്കമിട്ട 800 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലവിലെ അൽക്കർസ സോളാർ പവർ പ്ലാന്റിലേക്കും ഖത്തർ എനർജി പുതുതായി നിർമ്മിക്കുന്ന 875 മെഗാവാട്ട് ഉൽപ്പാദന ശേഷിയുള്ള റാസൽ ലഫാൻ, മിസായിദ് എന്നീ 2 സോളാർ ഊർജ്ജ പദ്ധതികൾക്കുമൊപ്പം പുതിയ സോളാർ പദ്ധതി കൂടി ചേരുന്നതോടെ ഈ മേഖലയിൽ നിർണായക ചുവടുവെപ്പ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2030ഓടെ പുതിയ ദുക്കാൻ സോളാർ പവർ പ്ലാന്റ് കൂടി വരുന്നതോടെ ഖത്തർ എനർജിയുടെ സോളാർ പവർ പ്രോജക്റ്റുകൾ ഏകദേശം 4000 മെഗാവാട്ട് ശേഷിയിലെത്തും. ഇത് ഖത്തറിന്റെ മൊത്തം വൈദ്യുതി ഉൽപ്പാദന ശേഷിയുടെ ഏകദേശം 30%. അതേസമയം ലോകോത്തര യൂറിയ ഉൽപ്പാദന യൂണിറ്റ് നിർമ്മിക്കാനും ഖത്തർ എനർജിക്ക് പദ്ധതിയുണ്ട്. ഇത് ഖത്തറിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂറിയ കയറ്റുമതി രാജ്യമാക്കി വളർത്തും. മിസൈദ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ 4 പുതിയ ലോകോത്തര യൂറിയ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് ഫീഡ് സ്റ്റോക്ക് വിതരണം ചെയ്യുന്ന 3 അമോണിയ പ്രൊഡക്ഷൻ ലൈനുകൾ നിർമ്മിക്കുന്നതാണ് പുതിയ മെഗാ പദ്ധതി. 2030 ഈ പുതിയ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ ഖത്തറിന്റെ യൂറിയ ഉൽപ്പാദനം പ്രതിവർഷം 12.4 ദശലക്ഷം ടണ്ണായി വർദ്ധിക്കും. ഖത്തറിന്റെ ഊർജ്ജ മേഖലയ്ക്ക് നൽകുന്ന തുടർച്ചയായ പിന്തുണയ്ക്ക് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുടെ ഭരണ നേതൃത്വത്തിന് സാദ് ഷെരീദ് അൽ ഖാബി പ്രത്യേകം നന്ദി അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ.
ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറലിന് ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകി. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് കോൺസൽ ജനറൽ ഫാദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. മേഖലയിലെ ഇന്ത്യൻ വ്യവസായികളുടെ ഡാറ്റാ ശേഖരണം ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ പുതുതായി ചുമതലയേറ്റ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഓഫ് ജിദ്ദയുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത്. ഇന്ത്യ സൗദി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ കോൺസൽ ജനറൽ സൗദിയിലെ ഇന്ത്യൻ ബിസിനസ്സുകാരുടെയും പ്രൊഫഷണൽസിന്റെയും ഡാറ്റ ശേഖരണം ആരംഭിച്ചതായി അറിയിച്ചു. മേഖലയിലെ ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കോൺസുലേറ്റിൽ നടന്നുവരുന്ന ഓപ്പൺ ഹൌസ് എല്ലാ മാസവും കൂടുതൽ വിപുലമായി തുടരുമെന്നും ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പറഞ്ഞു. Furthermore, we would want to give our open house program a more permanent fixture and a certain degree of certainty as far as the date and time of organizing or holding these open house interactions are concerned. For this, henceforth, we will largely be holding our open house interactions at the consulate on the third Friday of every month. ചടങ്ങിനോടനുബന്ധിച്ച് പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തങ്ങളും സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ സംഘടനാ പ്രതിനിധികളും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നിർമ്മിത ബുദ്ധി കൂടുതൽ പ്രചാരം നേടുന്നതോടെ നിലവിലുള്ള പല തൊഴിലുകളും അപ്രത്യക്ഷമാവുമെന്ന് ISRO മുൻ ശാസ്ത്രജ്ഞനും മർക്കസ് നോളജ് സിറ്റി സിഇഒയുമായ ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ്. 2030 ആകുമ്പോഴേക്കും പരമ്പരാഗത തൊഴിലുകൾ ഉണ്ടാകില്ല. സാങ്കേതിക വികസന അനുസൃതമായ തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പാഠ്യപദ്ധതി രൂപീകരണത്തിലും നിക്ഷേപത്തിലും വൈവിധ്യം കൊണ്ടുവരാൻ സാധിക്കണമെന്നും ഡോക്ടർ അബ്ദുൽ സലാം മുഹമ്മദ് പറഞ്ഞു. ഖത്തറിൽ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കേരള വുമൻസ് ഇനീഷ്യേറ്റീവ് ഖത്തർ സമ്മർ കിറ്റ് വിതരണം ചെയ്തു. തുടർച്ച 7-ാം വർഷമാണ് ക്യുക്കിന്റെ ആഭിമുഖ്യത്തിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. 1250 കിറ്റുകളാണ് ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലായി നൽകിയത്. ICC പ്രസിഡന്റ് AP മണികണ്ഠനും ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. IPC കുവൈറ്റ് റീജിയൻ കൺവെൻഷൻ ഈ മാസം 4 മുതൽ 6 വരെ നെക് ചർച്ച് ആൻഡ് പാരിഷ് ഹാളിൽ നടക്കും. IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ദാനിയൽ കൊന്നുനിൽക്കുന്നതിൽ വചന ശുശ്രൂഷ നിർവഹിക്കും. IPC കുവൈറ്റ് റീജിയൻ കോയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ജിദ്ദ 7 സ്റ്റാർ FC സംഘടിപ്പിക്കുന്ന 3ാമത് അബീർ സൂപ്പർ കപ്പ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സെപ്റ്റംബർ 6 തുടക്കം. ജിദ്ദ ഖാലിദ് ബിൻ വലീദ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ജിദ്ദ, മദീന എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 പ്രമുഖ ടീമുകൾക്ക് വേണ്ടി സൗദിയിൽ നിന്നുള്ള കളിക്കാർക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള താരങ്ങളും ബൂട്ടണിയും. അബീർ ഓഡിറ്റോറിയത്തിൽ ടൂർണമെന്റിന്റെ ട്രോഫി പ്രകാശനവും ഫിക്സർ നറുക്കെടുപ്പും നടന്നു. സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സെക്രട്ടറി അയ്യൂബ് മുസ്തയാരകത്ത് ഉദ്ഘാടനം ചെയ്തു. അബീർ ഗ്രൂപ്പ് ഓപ്പറേഷൻ മാനേജർ സലാം കാട്ടുക്കരൻ, റിയാസ് വെങ്കിട്ട, സാബിത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഷെഫീഖ് പട്ടാമ്പി സ്വാഗതവും കുഞ്ഞാലി നന്ദിയും അറിയിച്ചു. UAE സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഗ്ലോബൽ ഹൈസ്കൂൾ ക്രിക്കറ്റ് കപ്പ് സംഘടിപ്പിക്കുന്നു. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികളാകും ടൂർണമെന്റിൽ പങ്കെടുക്കുക. UAE മുൻ ദേശീയ ക്രിക്കറ്റ് താരം ഷഹസാദ് അൽതാഫിന്റെ നേതൃത്വത്തിൽ യങ് ടാലന്റ് ക്രിക്കറ്റ് അക്കാദമിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ട്രോഫി പ്രകാശനം ഷാർജയിൽ മുൻ ഓസ്ട്രേലിയൻ താരം ദേവ് വാഡ്മൂർ നിർവഹിച്ചു. നവംബറിലാകും മത്സരങ്ങൾ നടക്കുക. ഗൾഫോക്കസ് തുടരുന്നു. കൂടെയുണ്ട് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി 24 പ്രേക്ഷകരുടെ വയനാട് ജില്ലാ സമ്മേളനം. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് സഹായ പ്രവാഹമെത്തി. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. ആശുപത്രികൾക്കും വിദ്യാഭ്യാസത്തിനുമായി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തും ജോലി വാഗ്ദാനം ചെയ്തും ദുരിതബാധിതരെ 24 ചേർത്ത് പിടിച്ചു. ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 കണക്കിന്റെ ഭാഗമായി നടത്തിയ ജില്ലാ പ്രേക്ഷക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ചേർത്തുപിടിക്കലിന്റെ സ്നേഹക്കണ്ണിയായി.
സർവ്വതും നഷ്ടപ്പെട്ട് പകച്ചുപോയ ദുരന്തബാധിതർക്ക് വീടും ജോലിയും വാഗ്ദാനം ചെയ്ത് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 24 കണക്റ്റുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ, ആരോരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. 25 വീട് എടുത്തതിൻ്റെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന പേര്. അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് നടൻ വിനോദ് കോവൂർ ഏറ്റെടുത്തു. മാതാപിതാക്കളെ നഷ്ടമായ സിദ്ധറയുടെയും മുഹമ്മദ് ഹാനിയുടെയും അഭിജിത്തിന്റെയും വിദ്യാഭ്യാസ ചെലവ് 24 വഹിക്കും. ദുരന്തത്തെ അതിജീവിച്ച അക്ഷയയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ശ്രുതിക്കും ജോലി ലഭിക്കും. അക്ഷയ BA മലയാളം പഠിച്ചവളാണ്. B.Ed കഴിഞ്ഞു. ഏതെങ്കിലും ജോലി B.Edന്റെ കാര്യത്തിൽ ഇതല്ല, ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. വളരെ ബെസ്റ്റ്. പ്രതീഷിന്റെ ഉപജീവന മാർഗമായ വെൽഡിംഗ് മെഷീനും തയ്യൽ മെഷീനും 24 നൽകും. വിഷ്ണുവിന് ഓട്ടോറിക്ഷയ്ക്ക് സഹായധനം വ്യവസായി T. അലി നൽകും. ഇവർ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ സഹായം നൽകണമെന്ന് പറഞ്ഞത്. ആ മക്കൾക്കൊരു വലിയ കൈയടി. ഓക്കെ, താങ്ക് യു. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒപ്പം ചേർന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായത്തിനു പുറമെ ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. താലൂക്ക് ആശുപത്രിയിലും PHCയിലും പ്രത്യേക ബ്ലോക്കും വിദ്യാഭ്യാസത്തിന് സഹായവും ഉണ്ടാകും. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ 24 ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. അതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി, 4 സ്ഥലത്താണ് ആശുപത്രി വരുന്നത്. ദുരന്തത്തിൽ പകച്ച് തകർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒപ്പം ഞങ്ങളുണ്ടെന്ന ഉറപ്പുള്ള സന്ദേശമായി മാറി ജില്ലാ പ്രേക്ഷക സമ്മേളനം. ടീം 24 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർക്ക് 24 വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ ആദരം. സേനാ വിഭാഗങ്ങളെയും വിവിധ സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള ആദരമാണ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ജൂലൈ 30 പുലർച്ചെ മുതൽ ഊണുമുറക്കവും ഉപേക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട 100 കണക്കിന് ആളുകൾ. സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ചെളിയിലകപ്പെട്ടവർക്ക് നേരെ കൈനീട്ടിയവർ. അങ്ങനെ നാടിനുണ്ടായ ആപത്തിൽ കൂടെ നിന്ന മനുഷ്യരെ 24 ജില്ലാ പ്രേക്ഷക സമ്മേളനം സ്നേഹത്തോടെ ഓർത്തു. സൈനികർ വേദിയിലെത്തി ആദരമേറ്റുവാങ്ങി. ശിവദാസിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഗോകുലം ഗോപാലേട്ടൻ ട്രോഫി സമ്മാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ജനങ്ങളുടെ ആദരമാണിത്. വിശ്വനാഥിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ആർമി സംഘം 24 ഫ്ലവേഴ്സിന്റെ ആദരം ഏറ്റുവാങ്ങുകയാണ്. പോലീസ്, ഫയർഫോഴ്സ്, NDRF, വനം വകുപ്പ് എന്നിങ്ങനെ വിവിധ സേനാ വിഭാഗങ്ങളെയും ആദരിച്ചു. IG സേതുരാമൻ കൂടി ചേരുകയാണ്. കാരണം ഇവരായിരുന്നു ഈ സമയത്ത് നമ്മൾ ഒരു പേര് കൂടി ഓർക്കേണ്ടതുണ്ട്. ADGP MR അജിത് കുമാർ. ഉച്ചയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ രക്ഷാദൌത്യത്തിലേർപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളെയും കൂട്ടായ്മകളെയും ആദരിച്ചു. കൈമൈ മറന്ന് സഹായിച്ചവർക്ക് സദസ്സിന്റെ കയ്യടി. 50ഓളം കൂട്ടായ്മകളെയാണ് സ്നേഹസംഗമത്തിൽ ആദരിച്ചത്. ടീം 24 വയനാട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.